ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെൻ ഇൻഡസ്കർ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. നമ്മൾ പല കാര്യത്തിലും ഇടയിൽ നമ്മൾ പെട്ടിരിക്കുന്ന സമയമായിരുന്നു. നമ്മൾ പല കാര്യത്തിലും ഇൻവോൾവ് ആയിരുന്നു. അതിനിടയിൽ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ വളരെയധികം ചേഞ്ച് ചെയ്തു. പിന്നെ പനിയായി, അതിൻ്റെ ഇടയിൽ ബാക്കി ചുമ, തുമ്മൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ഡിലേ ആയത് വീഡിയോ ഇടാൻ. നമ്മുടെ അടുത്ത് 1-2 പേര് നമ്മുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും പല വീഡിയോയിലും കമൻ്റ് അടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ ബാക്കിയാണ്. അതായത് ജസ്റ്റിൻ ട്രൂഡോ നമ്മൾ അടുത്ത കൊല്ലം ഒക്ടോബർ എന്നാണ് പറഞ്ഞത്, പക്ഷേ നേരത്തെ രാജിവെച്ചു. അതിൽ രാജിവെച്ചതിൻ്റെ ഒരു 80% പങ്കും നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഓഫീസിൽ കയറി. ഓഫീസിൽ കയറിയതിൻ്റെ ഭാഗം അതിന് മുമ്പുണ്ടായ കുറേ ട്വീറ്റും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ മാറ്റി കാനഡേനെ US ആക്കും, കാനഡ US കൂടി ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും വന്നുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പുള്ളിക്കാരൻ്റെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങേണ്ട വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പല പിള്ളേരും ചോദിച്ചു, ഇത് ബേസിക്കലി നമ്മുടെ വരാൻ പോണ പിള്ളേർക്കും ഇവിടെയുള്ള ആൾക്കാർക്കും നല്ലതായിരിക്കുമോ, എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഒരു ഡിസ്കഷൻ പോലെ വെക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ റൂൾസ് വരണതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ കാരണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് IRCC, അതായത് ഇമിഗ്രേഷൻ, റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ റിപ്പോർട്ട് അനുസരിച്ച് 50,000 സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് സ്റ്റഡി പെർമിറ്റിൽ വന്നിട്ട് ഇവിടെ ക്ലാസ്സുകളിലോ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഒന്നുമില്ല. ഇവരെല്ലാവരും മിസ്സിംഗ് ആയി പോയത്. ഇതിനകത്ത് ആക്ച്വലി 50,000 എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ആൾക്കാരല്ല ഈ 50,000 എന്ന് പറയുമ്പോൾ. കാരണം ഇന്ത്യയിൽ ഏകദേശം ഓൾ ഓവർ ദ വേൾഡ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 20,000, പിന്നെ അതുപോലെ ചൈനയിൽ നിന്ന് കുറച്ചുണ്ട്, നൈജീരിയയിൽ നിന്ന് ഒരു 3,000, ഘാനയിൽ നിന്ന്, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50,000-ൽ നിന്ന് 20,000 ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ബാക്കി കൂടുതൽ പെർസെൻറ്റേജും ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ബാക്കി സെക്കൻഡ് ഈ 20,000-ൽ നിന്ന് രണ്ടാമത് ഇരിക്കുന്ന ഒരാൾക്ക് 5,000 ഉള്ളൂ. അത്രയും, അതായത് 15,000 ഡിഫറൻസിലാണ് ചൈന ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ആൾക്കാർ കാനഡയിലോട്ട് വരാനാണെങ്കിലും ഇപ്പോൾ വേറെ ഏത് രാജ്യത്ത് പോകാനാണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു വഴി തിരഞ്ഞെടുത്ത് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അതെ, പഴയ ഒരു കാനഡയുടെ അവസ്ഥ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് പിള്ളേരാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും കയറി വന്നാൽ പോലും കൂടുതൽ ചെക്ക് ചെയ്യണ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിക്കലി വേറൊന്നും കൊണ്ടല്ല, കനേഡിയൻസ് നേരത്തെ നമ്മുടെ ഒരുപാട് ഫോർമാലിറ്റിയിലല്ല. ഒരു കാര്യം വിസയുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മൾ കൊടുക്കുന്ന ഡിക്ലറേഷനിൽ വിശ്വസിക്കും. അതായത് അതിന് മുകളിലൊരു കുരുട്ടുബുദ്ധിയിലൂടെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതൊന്നും പ്രതീക്ഷയിലല്ല ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ കൂടുതലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു SOP എഴുതുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റണം, ഞാൻ ഇന്ന കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്കിനൊന്നും പോകുന്നത്. കനേഡിയൻസ് ആർ ഓൾവേസ് പൊളൈറ്റ് എന്നുള്ള രീതിയിൽ അവർ നമ്മൾ പറയുന്നതിനെ പറ്റി ആ ഒരു ഫസ്റ്റ് ഫേസിലല്ലാതെ അവർ കൂടുതൽ ചെക്ക് ചെയ്യാൻ പോകാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആ ഒരു ഫേസ് കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ അതെ, അതുകൊണ്ട് തന്നെ ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയാൻ നമുക്കറിയാം, US പ്രസിഡന്റ് ഇപ്പോൾ ട്രംപ് ആയി. ഇപ്പോൾ ഇന്റർനാഷണലി കംപ്ലീറ്റ് കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെയും ചേഞ്ച് വന്നു. പുള്ളി പറഞ്ഞ പുള്ളിക്കാണെങ്കിലും പുള്ളിയുടെ നാടിൻ്റെ ബോർഡർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ എല്ലാവരും അവരവരുടെ നാടിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ പുള്ളിക്ക് ഇവിടുന്ന് കാനഡ, അതുപോലെ തന്നെ മെക്സിക്കോ, ഇങ്ങനെയൊക്കെ പുള്ളിയുടെ നാട്ടിലോട്ട് ആൾക്കാർ വന്ന് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് പ്രകാരം 50,000 പേരിൽ കുറേ പേര് ഇവിടെ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അമേരിക്കയിലോട്ട് ഇല്ലീഗലി കയറിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് അറിയാം നാട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ എങ്ങനെ ഇരിക്കണേണ്, എത്രത്തോളം ആർമി ഫോഴ്സസും അല്ലെങ്കിൽ നേവി ഫോഴ്സസും അല്ലെങ്കിൽ എയർഫോഴ്സസും തമ്മിൽ അത്രയും ഒരു ഹൈലി ടെൻഷനായിട്ടുള്ള ബോർഡറാണ്. ഇവിടെ കാനഡ US എന്നുള്ള ബോർഡർ എന്ന് പറയുമ്പോഴേക്കും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ടും സ്പേസും അഗ്രികൾച്ചർ ലാൻഡ് പോലെ സ്ഥലങ്ങളാണ്. കാരണം അതേപോലെ ആയിരുന്നു അത്ര നാളത്തുള്ള ഒരു ബ്രദർ വിശ്വാസവും അത്ര നാളും ഉണ്ടായ ഒരു ബെസ്റ്റ് അലൈ എന്നുള്ളൊരു കൺട്രി തമ്മിലുള്ള ടേംസിലായിരുന്നു. പക്ഷേ ആൾക്കാരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ഇവിടുത്തെ വെള്ളക്കാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ അല്ല, നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈസ്റ്റ് സൈഡിൽ നിന്നും അറബ്സും ഉള്ള പല രീതിയിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ സിസ്റ്റത്തിനെ മിസ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരാൾ ചതിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കാനഡയുടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് കാനഡേനെ ഓവറായിട്ട് മിസ്യൂസ് ചെയ്തു ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്നുള്ളത്. അതെ, ഇത്രയും നാൾ വേറെ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഇപ്പോൾ ചേഞ്ച് ആയി ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഇവിടെയുള്ള ആൾക്കാർ. ഈവൻ പല കാര്യത്തിലും റേസിസ്റ്റ് കമൻസ് വരെ നമുക്കിപ്പോൾ ഒരുപാട് യൂട്യൂബിലെ വീഡിയോസ് കാണാം. കാരണം നമുക്ക് അവരെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ നേരിട്ട് കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഈവൻ ബംഗാളീസ് അവർ ഇന്ത്യക്കാർ തന്നെയാണ്. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ബംഗാളികളോ അല്ലെങ്കിൽ ബീഹാറികളോ ഒക്കെ വന്നിട്ട് പണിയുടെ സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇത് നമ്മുടെ നാടാണ്, നിങ്ങൾ ഒന്ന് കൂടുതൽ റോൾ ഇറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട് നമ്മുടെ ആയിട്ട് കീപ്പ് ചെയ്യണം. അത് ഒരു ഇന്ത്യക്കാരനോട് പറയണമെന്ന് ആലോചിക്കണം.
ഇവർ നമ്മളെപ്പോലെയുള്ള വേറൊരു രാജ്യക്കാരെ അല്ലെങ്കിൽ ടോട്ടലി ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആൾക്കാരെ ഇവിടെ കയറ്റി വലിച്ച് വരുത്തിയിട്ട് ഈവൻ ഞങ്ങളും കൂടിയുള്ള ആൾക്കാരാണ് പറയുന്നത്, നമ്മൾ കാണിക്കുന്ന പ്രവൃത്തിയിൽ അവർ ഒരുപാട് പഠിച്ചു, അവരിപ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ പുറത്തിറങ്ങേണ്ടി വധിക്കുന്നത്. അപ്പോൾ US പോലെ തന്നെ ഇവിടെയും റൈറ്റ് പാർട്ടി കയറാനുള്ള ചാൻസസ് ഹൈ ആണ് കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും നാൾ ഇപ്പോൾ ഈവൻ ജസ്റ്റിൻ ട്രൂഡോ ആണെങ്കിൽ പോലും കാനഡയുടെ സിറ്റുവേഷൻ ഇത്രയും മാറിയത് കൊണ്ട് പുള്ളി തന്നെ ഓൾറെഡി കുറേ റൂൾസ് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിരിക്കും ഇനി കയറാൻ പോണ ആള് ചെയ്യാൻ പോണത്. അതിപ്പോൾ പുള്ളി ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളിയുടെ ആ ഒരു ഏകദേശം ഇന്ന അജണ്ടയൊക്കെ പുള്ളി ചെയ്യുന്നൊക്കെ പുള്ളി ഓൾറെഡി പറയുകയും ചെയ്യുന്നുണ്ട്. അതെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 50,000 പിള്ളേർ ഇവിടെ വന്നിട്ട് മിസ്സിങ് ആയി. 10,000 പേർക്ക് ഇവിടെ ഓഫർ ലെറ്റർ കൊടുത്തിട്ട് അത് 10,000 പേര് കോളേജിൻ്റെ ഓഫർ ഫേക്കായിട്ട്, അതിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഇന്ത്യ തന്നെയാണ്. പിന്നെ 30,000 പിള്ളേർക്ക് ഇപ്പോൾ ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഈ 30,000 പിള്ളേർക്ക് ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അത് അവർ പാലിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ $12,000 ഫൈനാണ്, അതായത് നാട്ടിലെ 5 ലക്ഷം രൂപ. അപ്പോൾ ഒരുപാട് പിള്ളേർ ഇപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തൊക്കെ പോകുമ്പോഴും ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ ഫ്രണ്ട്സ് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് UAE പോകുന്നുണ്ട്, നാട്ടിലോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഫാക്ട്സ് ആണോ, ഞങ്ങൾ ഒരിക്കലും കള്ളം പറയുന്ന കാര്യമല്ല, ഫാക്ട്സ് ആണ്. നാട്ടിൽ വരുന്ന നമുക്ക് അറിയാവുന്ന തന്നെ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മൂവ് ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. അത് ഓൾറെഡി നല്ല ജോലിയുള്ള ആൾക്കാരുണ്ട്. അതായത് ഇവിടെ ജോലി ഇല്ലാതെ പോകുന്ന ആൾക്കാരല്ല, നല്ല ജോലി ഉണ്ടായിട്ട് കൂടിയും PR എത്താൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഇപ്പോൾ കാനഡ എത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ആക്ച്വലി ഇത് പറഞ്ഞാൽ കാനഡയുടെ മാത്രം ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ലോകം മുഴുവനും ഓൾമോസ്റ്റ് കുറേ സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം, മെയിൻ കുറേ കൺട്രീസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളിടത്തൊക്കെ ഇപ്പോൾ ഈ ഇഷ്യൂ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ നെക്സ്റ്റ് 4-5 ഇയേഴ്സൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് സ്ട്രിക്റ്റ് ആവാനുള്ള ചാൻസസും ഭയങ്കര ഹൈ ആണ്. അതെ, ഒരു 2015 തുടങ്ങി 2025 വരെ അല്ലെങ്കിൽ 22 വരെയൊക്കെ ഒരു ബെസ്റ്റ് ടൈമായിരുന്നു ഇമിഗ്രേറ്റ് ചെയ്യാൻ. പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ, കാനഡ, UK, US, അയർലൻഡ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാം റൈറ്റ് വിങ്ങിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് വിങ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതായിട്ടുള്ള ഗവൺമെന്റാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഈ പറഞ്ഞ പോലെ പിക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. മറ്റതുപോലെ ലൂസാക്കി വിടുന്ന, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ വന്നാൽ അത്രത്തോളം നല്ലൊരു അങ്ങനെ ഒരു മൈൻഡല്ല റൈറ്റ് വിങ് എന്നുള്ളത്. അപ്പോൾ ഇപ്പം അതുകൊണ്ട് തന്നെ കുറേ ചേഞ്ചസ് വന്നായിരുന്നു. അതിൽ കുറച്ച് ചേഞ്ചസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഗ്രാൻഡ് പാരൻസിനോടുള്ള അല്ലെങ്കിൽ പാരൻസിനോട്ടുള്ള PR പോസ് ചെയ്ത് വെച്ചേക്കണതാണ്. അത് ഇനിയിപ്പോൾ എപ്പോഴാണ് തുറക്കാൻ നമുക്കറിയില്ല. നേരത്തെ നമുക്ക് സ്പൗസിനെ വർക്ക് പെർമിറ്റ് കൊണ്ടുവരാൻ കോളേജിലുള്ള സ്റ്റുഡൻസിന് പറ്റുമായിരുന്നു, അങ്ങനെ പല ക്രൈറ്റീരിയക്ക് പറ്റുമായിരുന്നു. ഇതൊക്കെ നേരത്തെ വന്ന റൂളാണ്. പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റും കൂടി വന്നത് കുറച്ചാൾ മുമ്പാണ്, എനിക്കൊന്ന് മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവും. അതായത് Tier O or A കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ, അതായത് പഠിക്കുമ്പോൾ കൊണ്ടുവന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ചില മാസ്റ്റേഴ്സ്, ചില ബാച്ചിലേഴ്സ് ഓർ PhD ആയിരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അതായത് ചില ഇതിനെ ഫോക്കസ് ചെയ്തത് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ള, അതായത് ഇന്ന ആൾക്കാർ ഇവിടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് തന്നെയാണ് PGWP ആണെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ സ്പൗസിനാണ് ഈ പറഞ്ഞ പോലെ ചാൻസസ് കൂടുതൽ കിട്ടാൻ, വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇപ്പം ഈ OA കാറ്റഗറി ആണെങ്കിൽ പോലും എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ മാനേജേഴ്സ് ലെവലിൽ, അതായത് നിങ്ങൾ പഠിക്കാൻ വരുന്ന ആള് പഠിത്തം കഴിഞ്ഞ് ഈ പറഞ്ഞ സ്റ്റേ ബാക്കിന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ മാനേജേഴ്സോ സീനിയർ മാനേജേഴ്സോ ലെവലിൽ നിങ്ങൾ ജോലി, എന്ന് പറയുമ്പോൾ പ്രോപ്പർ എഞ്ചിനീയർ പ്രൊഫഷണൽസ് ഒക്കെ ആയിരിക്കണം. നമ്മളൊരു കടയിൽ വർക്ക് ചെയ്തുകൊണ്ട് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ കാറ്റഗറി ഒക്കെ B കാറ്റഗറിയിലോട്ട് വരുന്ന ജോബ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്നതല്ല. പിന്നെ അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, നിങ്ങളുടെ 3 ഇയേഴ്സിൽ 16 months നിങ്ങളുടെ ബാക്കി ഉണ്ടാവണം. അതായത് നമ്മുടെ സ്പൗസിനെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി ഉടനെ തന്നെ നമ്മളൊരു നല്ലൊരു ജോലി കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ സ്പൗസിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കറിയാം അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇവിടെ വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഈ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ലെവലിലോട്ട് Aയിലോട്ടും അല്ലെങ്കിൽ Oയിലോട്ടൊക്കെ കിടക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലെവൽ ഓഫ് ആ ഒരു പൊസിഷനിലോട്ട് തന്നെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജോലിയില്ലായ്മയുടെ അവസ്ഥയിൽ ഇത്ര നല്ലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ആൻ ഈസി ടാസ്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, ഇവിടെ വന്ന് പേടിക്കണേക്കാളും മുമ്പ് ഇവിടുത്തെ റിയാലിറ്റി ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. പല ഏജൻസിക്കാരും ഷെയർ ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ മൈഗ്രേറ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റായ്മ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ കോൺഫിഡൻസ് വേണം, റൈറ്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യണം, റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യണം, റൈറ്റ് ആയിട്ടുള്ള പ്രൊവിൻസ് ചൂസ് ചെയ്യണം. അല്ലാതെ ഒരു ഏജൻസി പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് 2-3 റീലിട്ട് കുറച്ച് മഞ്ഞു കോരി
അതിലൊന്നല്ല കാര്യം. അപ്പോൾ ഇത് നമ്മളെന്നും പറയണത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ചുകൾ കുറേ നടത്തണം. അത് നടത്തി കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെയൊക്കെ അടുത്ത് വന്ന് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ചോദിക്കാം. അപ്പം നിങ്ങൾക്കും ഒരു ഐഡിയ ഉണ്ടാവും, നമുക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് കാനഡയിൽ വരാൻ പറ്റില്ലെങ്കിൽ വേറൊരു കൺട്രി ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രിറ്റി മച്ച് ഓൾ ദ കൺട്രീസ് ആർ ഇൻ സ്ട്രഗിൾ എന്നത് ഞാൻ പറയാനുള്ളൂ. എല്ലാ കൺട്രിയിലും സ്ട്രഗിൾ ഉണ്ട്. സ്ട്രഗിൾ ഇല്ലാത്തൊരു കൺട്രി ഡെഫിനറ്റ്ലി ഇല്ല. അപ്പോൾ നമ്മളെടുക്കുന്ന കോഴ്സ് അനുസരിച്ചിരിക്കും ഏത് കൺട്രിയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു 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 നമ്മുടെ ഒരു പ്യുവർ റിസർച്ച് പോലെ ഇരിക്കും. ഒരു ഏജൻസിക്കാരും നമുക്ക് വേണ്ടി ഇത്രയും പേഴ്സണലായിട്ട് റിസർച്ച് ചെയ്യില്ല. നിങ്ങൾ തന്നെ സ്വയം റിസർച്ച് ചെയ്യുക. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും നെക്സ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോ, അതായത് നെക്സ്റ്റ് ഗവൺമെൻറ്റിൻ്റെ എന്താണ് അവർ മുമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ എന്താണ് മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് കാനഡയിൽ ഇനി വന്നാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങളത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ. താങ്ക് യു.